സ്റ്റുഡിയോ ആണ്. നല്ല രസമുള്ളൊരു ആ മരത്തിൽ ഫോട്ടോ എടുക്കും. ഗൈസ്, നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റേക്കേഷൻ പോലെ നമ്മൾ പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായ വിവരമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെയൊക്കെ ഒരു സങ്കടമുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരു 2 days മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. സീക്ക് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. ടെഡി ബെയറൊക്കെ ഉള്ള ഉടുപ്പൊക്കെയാണ് ഇട്ടേക്കുന്നത്. നല്ല ഉടുപ്പൊന്നും ഇടിപ്പിക്കില്ല, നമ്മൾ ട്രാവൽ ചെയ്യല്ലേ. ഇവരെ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും സെറ്റായി. ഇനി എനിക്കൊന്ന് റെഡി ആവണം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം കുറച്ച് എക്സ്പെൻസസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം കാണാം. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. 10 മണി 10:30 കൂടി തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 3-3.5 മണിക്കൂറോളം യാത്രയുണ്ട്. മാത്രമല്ല കൂടെ സീക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടതായിട്ട് വരും. പക്ഷേ സീക്കിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കാറിൽ കയറിയാൽ ഒന്നുമില്ലെങ്കിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അടുത്തുള്ള ഒരു സർവീസിൽ കയറി. ഒന്ന് ഫ്രഷ് ആയി സീക്കിനെ ഫീഡ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി മോട്ടോർ വേ കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് എവിടെയും നിർത്തി കഴിക്കാനുള്ളൊരു ഓപ്ഷനൊന്നുമില്ല. സർവീസിൽ കയറി അവിടെ നിന്ന് ഫുഡ് കഴിക്കുക തന്നെയാണ് വഴി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സർവീസിൽ സ്പെൻഡ് ചെയ്ത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് പോയത്. നമ്മൾ നാട്ടിൽ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴേ പെട്രോൾ പമ്പുകളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ടൗണിലെത്തി ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ സർവീസുകൾ വളരെ യൂസ്ഫുൾ ആണ് അല്ലേ. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കിട്ടുകയും ചെയ്യും, നമുക്കൊന്ന് ഫ്രഷപ്പ് ആവുകയും ചെയ്യാം. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ഈ പരന്നു കിടക്കുന്ന ആകാശവും അതിലെ മേഘങ്ങളും ചുറ്റുമുള്ള പ്രകൃതിയൊക്കെ നോക്കിക്ക് എന്ത് രസമാണല്ലേ കാണാൻ. UK ഓരോ സീസണിലും ഒരു പ്രത്യേക തരം ഭംഗിയുണ്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ റൈഡുകൾ പോകാറുണ്ട്. നല്ലൊരു പാട്ടൊക്കെ വെച്ച്, മലയാളം തമിഴ് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ റൈഡ് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെ. അങ്ങനെ പറഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടോ. പൈൻ ലേക്ക് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് കാൺഫോർത്തിലുള്ള ഒരു റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ശരിക്കും സമ്മർ ആവാത്തത് കൊണ്ട് തന്നെ ഇവിടെ റൂംസിനും അപ്പാർട്ട്മെന്റ്സിനും ഒക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും നല്ല സണ്ണി ആയിട്ടുള്ള ഒരു ഡേ നോക്കിയിട്ട് ഇപ്പോൾ പോകുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് അപ്പാർട്ട്മെന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് 2 daysന് ഏകദേശം ഒരു 90 pounds ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സമ്മർ ആകുമ്പോൾ അത് കൂടുകയും ചെയ്യും കേട്ടോ. നമ്മുടെ ഒരു സ്റ്റുഡിയോ റൂമായിരുന്നു കേട്ടോ എടുത്തേക്കുന്നത്. റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു സ്റ്റുഡിയോ, കുറച്ച് ചെറിയൊരു കിച്ചണൊക്കെ ഉള്ളു. നമ്മുടെ റൂം, ഇവിടെ ഒരു ഡൈനിങ് ടേബിളും അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ TV, ഇങ്ങനെ ആ കാണുന്നത് ഒരു കബോർഡാണ്, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. അവിടെ ഒരു ചെറിയ കിച്ചൺ ഏരിയ. പിന്നെ ഇവിടെ ഒരു വിശാലമായ ടോയ്ലറ്റ് ഉണ്ട്. ഇത് ബെഡ്റൂം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെയർ, അങ്ങനെയൊക്കെ. ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റുഡിയോ ആണ്. നല്ല രസമുള്ളൊരു സ്റ്റുഡിയോ ആണ്. ഇത് പുറത്തോട്ട് നമുക്ക് ഐ തിങ്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട് പുറത്തോട്ട്. ഇവിടുത്തെ ആ ഒരു നേച്ചറിൻ്റെ വ്യൂ ഒക്കെയാണ്. വിശാലമായ ഒരു ബാത്തോട് കൂടിയിട്ടുള്ള ഒരു ടോയ്ലറ്റും അവൈലബിൾ ആണ്. എല്ലായിടത്തും ഉള്ളതുപോലെ അത്യാവശ്യം കിച്ചൺ വെയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. ശരിക്കും നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം വരുമ്പോഴാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞങ്ങൾ മാത്രമായതുകൊണ്ട്, ഫാമിലി മാത്രമായതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി കുക്ക് ചെയ്ത് കൊണ്ടുവന്നു. കാരണം 2 ദിവസം നന്നായിട്ട് ചില്ല് ചെയ്യാലോ. സ്ഥലം മാറിയതിൻ്റെ ആണെന്ന് തോന്നുന്നു. സീക്ക് ഇങ്ങനെ എന്തോ ആലോചിച്ച് കിടക്കും പോലെ കിടക്കുമായിരുന്നു കേട്ടോ. എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചേ. ചെറുതായിട്ടൊന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നമ്മൾ ആ ലോക്കൽ ഏരിയ ഒന്ന് കാണാനും ഒരു സൺസെറ്റ് കാണാനും ഒക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ. വാട്ടൻ ക്രാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു ഉയർന്ന പ്രദേശമാണ്. അവിടുന്ന് സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയപ്പോൾ ഉള്ള വ്യൂ ഒക്കെയാണ് കേട്ടോ. ഈ ആ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടി കയറുന്ന വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നേ. ഇതായിരുന്നു അവിടുത്തെ ലോക്കൽ സ്ഥലങ്ങൾ. നമ്മൾ പണ്ട് ഇംഗ്ലീഷ് ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള അതേ രീതിയിൽ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ള ഏരിയ ആണ്. വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ പണ്ടത്തെ ആ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഫീൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഫോണിൽ ക്യാപ്ചർ ചെയ്യുമ്പം അതിൻ്റെ ഭംഗി പൂർണ്ണമായിട്ടും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല. താഴോട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഏരിയ, തൊട്ടുമുകളിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, നല്ലൊരു ഭംഗിയുള്ള ഒരു സായാഹ്നമായിരുന്നു. സൺസെറ്റിന്റെ സ്പോട്ട് മാപ്പിലിട്ട് കഴിഞ്ഞപ്പോൾ എത്തിയത് ഈ ഒരു കോറിയിലാട്ടോ. ഈ കോറി
അത്യാവശ്യം നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. പക്ഷേ എനിക്കിതിൽ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. വയനാട്ടിൽ അമ്പലവയലിലെ ഒരുപാട് പാറകൾക്ക് നടുവിലാണ് ജീവിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിർത്താതെ ഞങ്ങൾ മുമ്പോട്ട് പോന്നു. സൺസെറ്റിൻ്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഒക്കെ കണ്ടു പോകാമെന്ന് കരുതിയാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വ്യൂസൊക്കെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ ആ ഭാഗത്ത് കൂടി ഇങ്ങനെ വണ്ടി കൊണ്ടുപോയത്. ആ കാണുന്നത് കടലാണ്. എന്നാൽ പിന്നെ അടുത്തെവിടെയെങ്കിലും ബീച്ച് സൈഡ് ഉണ്ടെങ്കിൽ അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വണ്ടി മുമ്പോട്ട് വിട്ടു കേട്ടോ. കുറേ ദൂരം പോയി. അപ്പം അതിൻ്റെ കൂടെ സന്ധ്യാസമയത്തെ ഒരുപാട് കാഴ്ചകളും കാണാൻ പറ്റി. നല്ല രസമല്ലേ ഈ കാഴ്ചകളൊക്കെ. അങ്ങനെ കണ്ട് ഞങ്ങൾ അവസാനം എത്തിയത് ഒരു ബീച്ചിൻ്റെ സൈഡായിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം സീക്ക് കൂടെ ഉള്ളതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. പക്ഷേ കാറിലിരുന്നതിനെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡ്രൈവ് എന്നൊരു ഉദ്ദേശം മാത്രമേ ഈ ഒരു സൺസെറ്റ് കാണാൻ വന്നതുകൊണ്ട് നടന്നുള്ളൂ. തിരിച്ചു വരുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ടൊന്ന് ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി. സീക്കിനെ പുറത്തിറക്കിയില്ല, കാരണം ഓൾറെഡി സീക്കിന് സുഖമില്ലാത്തതുകൊണ്ട് ചുമയൊക്കെയാണ്. അതുകൊണ്ട് കാറ്റടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. തിരിച്ച് ഞങ്ങൾ റൂമിലെത്തിയപ്പം നേരെ പോയത് റിസോർട്ടിലെ കാഴ്ചകൾ ആസ്വദിക്കാനാണ് കേട്ടോ. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ലേക്കിൻ്റെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നേ. അപ്പോൾ ആ ഒരു കാഴ്ചകൾ ആസ്വദിക്കാനും കുറച്ച് ഫോട്ടോകൾ എടുക്കാനൊക്കെ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നേരെ പോയത്. ഷിക്കു, നീ എല്ലാം കാണുന്നുണ്ടോ? ഇതെന്ത് കാണുന്നു? ഇതാണ് ലേക്ക്. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. ഇതാണ് അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു നൈറ്റിലെ കാഴ്ചയൊക്കെ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പ്രാർത്ഥിച്ച് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് വേഗം കിടന്നുറങ്ങി കേട്ടോ. നാളെ രാവിലെ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി കവർ ചെയ്യാനുള്ളതല്ലേ. രാവിലെ എഴുന്നേറ്റ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴയാണെന്ന് കണ്ടത്. അപ്പോൾ ഈ ദിവസമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരുന്നത്. പക്ഷേ മഴ കാരണം പോകാൻ പറ്റുമോ എന്നിങ്ങനെ ചിന്തിച്ചിരുന്നു. എന്തായാലും വേണ്ടില്ല, നമുക്ക് പോകാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രൈവെങ്കിലും ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പക്ഷേ അങ്ങോട്ടുള്ള യാത്ര തന്നെ നല്ല രസമുള്ളതായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ്. നല്ല രസമുള്ള ഒരു സ്ഥലമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ബോട്ടിങ്ങും കുറേ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മഴയത്ത് നമുക്ക് ബോട്ടിങ് അതിനൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സീക്കിന് ചുമയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഈ ട്രാവൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് ഈ വിൻ്റർ ടൈമിൽ കുഞ്ഞിനെയും കൊണ്ട് ട്രാവൽ ചെയ്യണമെന്നൊക്കെ. ശരിക്കും ഇവനിപ്പോൾ 6 മാസമായിട്ടോ. ഈ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ ഞങ്ങളൊരു 6-7 ട്രിപ്പ് ലോങ് ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവനെയും കൊണ്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് തണുപ്പടിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. മാത്രമല്ല നമ്മൾ സ്കൂളിലാണെങ്കിലും ഇവിടുത്തെ പിള്ളേരെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വെതറുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് വളർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ പുറത്തിറങ്ങി തണുപ്പൊക്കെ അടിച്ച് വളരുമ്പോഴാണ് ഇവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലായിടത്തും ഇവരെ കൊണ്ടുപോകാറുണ്ട്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ വന്ന പനിയാണെങ്കിൽ തന്നെ ഇവൻ വീട്ടിലിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്നിട്ട് അതിൽ നിന്ന് വന്നതാണ്. നമ്മളിപ്പോൾ ഏകദേശം ലേക്ക് ഡിസ്ട്രിക്റ്റ് എത്താറായിട്ടോ. നമ്മൾ വന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ള റോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സൈഡിൽ ഫോറസ്റ്റ് പോലെയും പായലൊക്കെ പിടിച്ചിട്ടുള്ള റോഡുകളൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർ ലേക്ക് ഡിസ്ട്രിക്റ്റ് ലേക്കിൻ്റെ ഭാഗത്തേക്കാണ്. ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് ഇന്ന് പോകുന്നില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാലും ബോട്ടിങ്ങിനൊന്നും നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചുറ്റും വണ്ടി ഓടിച്ച് കാഴ്ചകൾ കണ്ട് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നിർത്തി കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനിലാണ്. നിങ്ങളിത് കണ്ടോ? ഈ ഒരു വ്യൂ ഒക്കെ എന്ത് രസമല്ലേ. ഇനി അങ്ങോട്ട് പോകുന്തോറും കുറച്ചും കൂടി നമ്മൾ ലേക്കിനോട് അടുത്തടുത്താണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി ബോട്ടിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങളൊക്കെ പോകുമ്പോൾ ചിലപ്പം ഇനി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളിനി ഒരു പ്രാവശ്യം കൂടി വരണം എന്നാണ് വിചാരിക്കുന്നത്. ഇവൻ കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ടിരിക്കുന്ന സമയത്ത് ഒന്നുകൂടി വന്ന് ബോട്ടിങ്ങിനൊക്കെ പോകണമെന്ന് കരുതുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ അതെല്ലാം നടക്കട്ടെ. അങ്ങനെ നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഇറങ്ങിയിട്ടുണ്ടേ. നല്ല രസമല്ലേ ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടെ. ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ലേക്ക് എന്ന് പറയുമ്പം ഈ സൈഡിൽ അത്ര ആഴമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇറങ്ങി കൈയും കാലൊക്കെ കഴുകാനൊക്കെ പറ്റും. പക്ഷേ ഇച്ചിരി അങ്ങോട്ട് മാറുമ്പോൾ മുതൽ നല്ല ആഴമാണ്. ഒരു 2-3 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ മുതൽ നല്ല ആഴമുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ കേട്ടോ. സൈഡ് വരുമ്പോൾ മാത്രമേ കേട്ടോ ആഴക്കുറവുള്ളൂ. അതുകൊണ്ട് തന്നെ കൈയും കാലൊക്കെ കഴുകാൻ ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ചാണ്. ഇറങ്ങാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.
ഇതുണ്ടോ ബാക്കിലോട്ട് ഫുൾ ലേക്കാണ്. പിന്നെ ഈ ഒരു മരം, ഈ ഒരു കണ്ടോ ലേക്ക് ഇങ്ങനെ വന്ന് അടിയാണ്, അടിപൊളിയാണ്. ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ പുറത്ത് എനിക്ക് എത്രത്തോളം ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല, കാരണം നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പക്ഷെ നല്ല അടിപൊളി സ്ഥലം. ബാക്കിലോട്ട് മൊത്തം ലേക്കാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിതേ തിരിച്ചിറങ്ങിട്ടോ. ഇനി മറ്റൊരു സ്ഥലത്ത് കൂടി പോയിട്ട് നേരെ റിസോർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. ശരിക്കും ഈ മഴയത്ത് നല്ല കൺട്രി സൈഡ് റോഡിലൂടെ പാട്ടൊക്കെ വെച്ച് കാറിൽ പോകാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നല്ല കാഴ്ചകളും നല്ലൊരു ഫീൽ തന്നെയാണ്. പക്ഷെ എനിക്ക് ആ പാട്ടൊന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റിന്റെ പ്രശ്നം ഉണ്ടായാലോ. ഇതുപോലെ UK നല്ല രസമുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. നമുക്കിനി അടുത്ത ട്രിപ്പ് അവിടേക്കാക്കാം. പിന്നെ ഈ ഒരു ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്തോ. അടുത്ത സ്പോട്ടിൽ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഒരു റെയിൽവേ സ്റ്റേഷനും ട്രെയിനൊക്കെയാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു നേച്ചർ റിസർവ് കാണാനാണ്. ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ആയിരുന്നേ. അത് കണ്ടിട്ടാണ് വന്നത്. പക്ഷേ നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാത്തൊരു ഏരിയ ഇത് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി അനിമൽസിനെ കുറിച്ചും ബേർഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നവർക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് സൈറ്റ് സീയിങ് എന്നുള്ളൊരു വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അത്ര രസമൊന്നുമില്ല. എന്നാലും ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. മാത്രമല്ല നമ്മുടെ ഈ ഹോൾ ട്രിപ്പിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയ ഒരു സ്ഥലം ഇതായിരുന്നേ. 10 pounds ആണ് ഒരാൾക്ക് വരുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും ഈ ഒരു സ്ഥലത്തെ. നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നേ. തിരിച്ചു വന്നിട്ടേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ ഒരു റിസോർട്ടിൽ തന്നെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയേ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ നൈറ്റിലെ കാഴ്ചകൾ, ഇപ്പോൾ അത് ഡേ ടൈമിൽ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിക്കേ. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്തും പോയില്ലെങ്കിൽ തന്നെ ഒരു നഷ്ടമില്ല കേട്ടോ. ഈ ഒരു നമ്മൾ നിൽക്കുന്ന റിസോർട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നേച്ചറിൻ്റെ ആ ഒരു ഭംഗി പൂർണ്ണമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചേക്കുന്ന ഒരു റിസോർട്ടാണ്. കുറച്ചും കൂടി തെളിഞ്ഞുള്ളൊരു ദിവസമാണെങ്കിൽ കുറച്ചും കൂടി കാഴ്ചകൾക്ക് ഭംഗി കൂടിയേനെ. സമ്മർ ആകുമ്പം നല്ല ഭംഗിയായിരിക്കും ഈ ഒരു റിസോർട്ടൊക്കെ കാണാനായിട്ട്. ഞങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടു കേട്ടോ. കുറേ സമയം സ്പെൻഡ് ചെയ്തു, കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. നമ്മൾ എന്തെങ്കിലും ടെൻഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ടെൻഷനൊക്കെ മറന്ന് നന്നായിട്ടൊന്ന് റിലാക്സ് ആവും. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഈ ഒരു ലേക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അടിഭാഗമൊക്കെ നല്ല തെളിഞ്ഞ് കാണാം കേട്ടോ. അറ്റത്ത് നിൽക്കുമ്പോൾ തോന്നും ഒട്ടും ആഴമില്ലാന്ന്. ഈ ഒരു അറ്റത്ത് മാത്രമേ ആഴമില്ലാത്തുള്ളൂ, നല്ല ആഴമുള്ള ലേക്കാണ്. അതുകൊണ്ട് ആരും ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല. ഇവിടെ കുറേ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫിഷിങ്, പൂള്, ഗെയിംസ്, പിന്നെ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റ് എല്ലാം അവൈലബിൾ ആണ്. നമ്മളിത് കഴിഞ്ഞ് കുറച്ച് നേരം പൂളിൽ പോയി കളിച്ചു കേട്ടോ. നാളെ ഇനി നമുക്ക് വേറെ സൈറ്റ് സീയിങ് ഒന്നുമില്ല, നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ വന്നപ്പോൾ ഉള്ള പ്ലാൻ പ്രകാരം ബർമിംഗ്ഹാമിലുള്ള സീ ലൈഫ് കാണാൻ വേണ്ടി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് മാത്രമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചേ. അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റേൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും പോകാവുന്നതാണ് കേട്ടോ. സമ്മറിൽ പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ കൂടി നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. ഒരു നീണ്ട യാത്രയായിരുന്നതുകൊണ്ട് ഒരുപാട് വിഷ്വൽസ് ഒന്നും നമ്മൾ എടുത്തില്ല. വന്ന വഴിക്ക് സർവീസിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. ഞങ്ങൾ ഈ വയനാട്ടുകാരെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ചുരം ഒന്ന് കയറി കഴിയുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എവിടെയെങ്കിലും ദൂരയാത്ര പോയി കഴിഞ്ഞത് ഈ നോർത്താംപ്ടൺ എന്നുള്ള ഒരു ബോർഡ് കാണുമ്പോൾ. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. അതുവരേക്കും ബൈ ബൈ.